നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേക സിമ്പലാണ്. ആ സിമ്പൽ ഉപയോഗിച്ച് നമുക്ക് രണ്ട് വാല്യൂസ് തമ്മിലുള്ള പ്രത്യേക ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതിലാദ്യമായി വരുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഇതിൽ വരുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. ഉദാഹരണമായി അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയ. സോ ഇവയെല്ലാം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായി നമ്മുടെ ബേസിക് മാത്തമാറ്റിക് കാൽക്കുലേഷനായ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതായത് കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഈ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത് അഡീഷൻ പ്ലസ്, സബ്സ്ട്രാക്ഷൻ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ ഇതുപോലെ സ്റ്റാർ, അതുപോലെ ഡിവിഷൻ ഇതുപോലെ ഫോർവേഡ് സ്ലാഷ്, ഇതാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ആദ്യമായി രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. വാർ എ ഈക്വൽ ടു 10, അതുപോലെ വാർ ബി ഈക്വൽ ടു 20 എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇനി ഞാൻ ചെയ്യുന്നത്, ഞാൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നു. സോ ഞാൻ എ പ്ലസ് ബി എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം എയും ബിയും കൂട്ടിയിട്ടുള്ള ഒരു തുക നമ്മൾ ലഭിക്കുന്നു. സോ നമ്മളിവിടെ ഉപയോഗിച്ചത് പ്ലസ് എന്ന് പറയുന്ന അഡീഷൻ ഓപ്പറേറ്ററാണ്. അതുപോലെ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നതിന് നമുക്ക് മൈനസ് എന്ന് പറയുന്ന ഈ സിമ്പിൾ ഉപയോഗിക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ 10ൽ നിന്ന് 20 കുറച്ച -10 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ പിന്നെ വരുന്നത് ഡിവിഷനാണ്. ഡിവിഷൻ നമ്മൾ ഇതുപോലെ ഫോർവേഡ് സ്ലാഷ് കൊടുക്കുന്നു. സോ 10 ഡിവൈഡഡ് ബൈ 20 എന്ന് കൊടുക്കുന്നു. 10 ഹരിക്കണം 20. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള 0.5 ലഭിക്കുന്നു. അതുപോലെ പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഞാനിവിടെ സ്റ്റാർ അല്ലെങ്കിൽ ആസ്റ്ററിസ്ക് സൈൻ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 200 എന്ന് പറയുന്ന 10ഉം 20ഉം ഗുണിച്ചിട്ടുള്ള ആ റിസൾട്ട് ലഭിക്കുന്നു. പിന്നെ വരുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മോഡുലസ് ഓപ്പറേറ്ററാണ്. മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിച്ച് അതിൻ്റെ ശിഷ്ടം കാണുന്നതിന് വേണ്ടിയാണ്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ വരുന്നു, നമ്മുടെ കോഡിറ്ററിൽ വന്ന ശേഷം നമ്മൾ ബിയുടെ വാല്യൂ നമ്മൾ 3 എന്ന് കൊടുക്കുന്നു. 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ മോഡുലസ് ഈ പെർസെൻറ്റേജ് സിമ്പിൾ നമ്മൾ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് ലഭിക്കുന്നു. സോ 10നെ 3 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 3 × 3 9 നമുക്ക് ലഭിക്കുന്നു. ബാക്കി വരുന്ന 1 നമുക്ക് ശിഷ്ടമായി ലഭിക്കുന്നു. ആ റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നു. സോ ശിഷ്ടം ലഭിക്കുന്നതിന് നമുക്ക് ഈ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പെർസെൻറ്റേജ് സൈൻ ഉപയോഗിക്കാം. ഉദാഹരണമായി ഞാനിവിടെ 20 ആണ് കൊടുക്കുന്നതെങ്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് 2 ലഭിക്കുന്നു. കാരണം 6 × 3 നമുക്ക് 18 ലഭിക്കുന്നു. ബാക്കി വരുന്നത് ശിഷ്ടം എന്ന് പറയുന്നത് 2 ആണ്. ആ 2 നമുക്കിവിടെ ലഭിക്കുന്നു. അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് അതുപോലെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇതുപോലെ പ്ലസ് സൈൻ, അതുപോലെ മൈനസ് സൈൻ. ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു സംഖ്യയോട് കൂടി ഒന്ന് കൂട്ടുന്നതിനും അതുപോലെ ഒന്ന് കുറക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണിത്. സോ നമ്മളിപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾ ബി തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. സോ ഞാനിവിടെ വന്നതിന് ശേഷം എ++ എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊടുത്ത് ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 21 ലഭിക്കുന്നു. സോ നമ്മൾ A++ എന്ന് പറയുന്ന ഈ ഓപ്പറേറ്ററിന് അർത്ഥം എ = A+1 എന്നതിന് തുല്യമാണ്. എയിനോട് കൂടി ഒന്ന് കൂട്ടി പുതിയ വാല്യൂ എയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്നതിന് തുല്യമാണ് A++ എന്ന് പറയുന്ന ഈ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ. അതുപോലെ നമുക്കിവിടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ 20ൽ നിന്ന് 1 കുറച്ചിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ലഭിക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 19 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ അതിനുവേണ്ടി നമുക്ക് ഈ ഇൻക്രിമെൻറ്റ് അതുപോലെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. പിന്നുള്ളത് എക്സ്പൊണൻഷ്യേഷൻ ഓപ്പറേറ്ററാണ്. സോ ഒരു സംഖ്യയുടെ പവർ നമുക്കിത് ഉപയോഗിച്ച് കാണാൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി നമ്മളിവിടെ ഡോക്യുമെൻറ്റ് റൈറ്റ് എന്ന് വന്നതിന് ശേഷം നമ്മളിവിടെ 2ൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്ത ശേഷം നമുക്കിതുപോലെ എക്സ്പൊണൻഷ്യേഷൻ ഓപ്പറേറ്റർ കൊടുക്കാം. ശേഷം 2 കൊടുത്തു കഴിഞ്ഞാൽ സോ നമുക്ക് 4 ലഭിക്കുന്നതാണ്. അതുപോലെ 2ൻ്റെ ക്യൂബ് കാണണമെങ്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ലഭിക്കുന്നതാണ്. അതുപോലെയാണെങ്കിൽ നമ്മളിവിടെ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10ൻ്റെ ക്യൂബ് കാണണമെങ്കിൽ ഇതുപോലെ എക്സ്പൊണൻഷ്യേഷൻ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10ൻ്റെ ക്യൂബായ 1000 ലഭിക്കുന്നതാണ്. അതിന് 10ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 100 ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരു സംഖ്യയുടെ പവർ മറ്റൊരു സംഖ്യ ഉപയോഗിച്ച് കാണുന്നതിന് വേണ്ടി നമുക്ക് ഈ എക്സ്പൊണൻഷ്യേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്.